ങ്ങളും വലിയവരും അച്ഛൻ്റെ അടുത്ത് വന്ന് പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തിലും ഇപ്രകാരം കലഹത്തിൻ്റെ ആകാം, സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ആകാം, മദ്യത്തിൻ്റെ ആകാം, മയക്കുമരുന്നിൻ്റെ ആകാം, ലഹരിയുടെ ആകാം, 100 പ്രശ്നങ്ങളാൽ അകപ്പെട്ട് കുടുംബം ഒരു തകർന്ന അവസ്ഥയിൽ വേദനിക്കുന്ന മക്കളുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാ മക്കളെ, നമ്മുടെ കുടുംബത്തിൽ എന്തുമാത്രം പ്രാർത്ഥനകൾ ഉയരുന്നുണ്ടെന്നേ. അന്ധകാരം നിറഞ്ഞിരിക്കുന്ന കുടുംബത്തിൽ എന്തൊക്കെ ചെയ്താലും അവിടെ കൃപ വരില്ല, വിടുതലുണ്ടാവില്ല. വേണ്ട കാര്യം പ്രകാശമാകുന്ന പ്രാർത്ഥന. ഈ പ്രാർത്ഥന വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഈശോ അവിടെ ഇറങ്ങിയ. നമ്മൾ ചിന്തിച്ചോണം, ഒരു ദിവസം എൻ്റെ കുടുംബത്തിൽ ഉയരുന്ന പ്രാർത്ഥന എത്രമാത്രം. 2 തരത്തിലുള്ള പ്രാർത്ഥനകളിലൂടെയാണ് കുടുംബത്തെ രക്ഷിക്കാനായിട്ട് പറ്റുക. ഒന്ന് കുടുംബ പ്രാർത്ഥന അല്ലെങ്കിൽ സന്ധ്യാപ്രാർത്ഥന, 2 വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന. നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന എപ്പോഴാണ് മക്കളെ ചൊല്ലണ്ടേ? അച്ഛൻ പറഞ്ഞല്ലോ, വൈകുന്നേരം 7 മണി തൊട്ട് 10 മണി വരെയുള്ള സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് 7 തൊട്ട് 8 വരെ, അല്ലെങ്കിൽ 6 തൊട്ട് 10 വരെയുള്ള സമയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമയമാണ് 7 തൊട്ട് 8 വരെയുള്ള സമയം. ഈ സമയത്ത് എന്ത് വേണം? നമ്മുടെ കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ഉണ്ടാകണം. എങ്ങനെയാ ചെയ്യണ്ടേ? അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ഒന്ന് മുട്ടുകുത്ത്, കുരിശു വരയ്ക്ക്, ആ കരങ്ങളൊന്ന് ചേർന്ന് നിന്നുകൊണ്ടൊന്ന് ഒരുമിച്ചൊന്ന് കോർത്ത് പിടിച്ച്, എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം സ്തുതിക്കാൻ താല്പര്യമുള്ള മക്കൾക്ക് ഒന്ന് സ്തുതിക്കാമോ? വലിയ ബഹളമൊന്നും കൂട്ടേണ്ട മക്കളെ, ഒരാളോ 2 പേർ കേൾക്കത്തക്ക ശബ്ദത്തിൽ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ആ സ്തുതിക്കുമ്പോൾ തന്നെ ആ കുടുംബത്തിന് ചില കെട്ടുപൊട്ടെന്ന് കാണാൻ പറ്റും. അതിനുശേഷം കർത്താവിന്റെ മാലാഖ ചൊല്ല്, ജപമാല ചൊല്ല്, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്, ബൈബിള് വായിക്ക്, മാതാവിനെ വാഴ്ത്തിക്കൊണ്ട് നിങ്ങൾ പാട്. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം അതിൽ ഒരു രഹസ്യമൊക്കെ ഒന്ന്, ജപമാലയിൽ ഒരു രഹസ്യം ഒന്ന് മുട്ടുകുത്ത്, ആ ലുത്തിനിയെ ഒന്ന് മുട്ടുകുത്ത്. ഇപ്രകാരം നല്ല തീഷ്ണതയോടുകൂടി ഉറക്കം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു പ്രാർത്ഥന ഉയർന്നേ. അതിനുശേഷം മക്കളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാതാപിതാക്കൾക്ക് സ്തുതി കൊടുത്തേ. സ്തുതി കൊടുക്കുമ്പോൾ അപ്പനെയും അമ്മേനെയും കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേ. ആ മാതാപിതാക്കൾ അപ്പോൾ കുഞ്ഞുങ്ങളുടെ ശിരസിൽ കൈവച്ചൊന്ന് അനുഗ്രഹിച്ചേ. പ്രിയപ്പെട്ടവർ, ഇപ്രകാരം നമ്മുടെ കുടുംബത്തിൽ ഒരു കുടുംബ പ്രാർത്ഥന ഉയർന്നേ. ഈ കുടുംബ പ്രാർത്ഥന ഉയരുന്ന സമയത്ത് നമ്മുടെ മൊബൈലിന് അവിടെ സ്ഥാനമില്ലാട്ടോ. അത് അടുത്ത് കൊണ്ടുപോയി വെക്കണ്ട, അത് അടിച്ചാൽ പോലും എടുക്കണ്ട. ആ സമയത്ത് ഈശോയെ മാത്രം പരിശുദ്ധി അമ്മയിലൂടെ കുടുംബത്തിലേക്ക് കൃപ വരുത്തുവാന്നേ. അതിനുശേഷം കുടുംബ പ്രാർത്ഥന തീരുന്നില്ല, ഒരുമിച്ചിരുന്നൊന്ന് ഭക്ഷണം കഴിച്ചേ. അത് കുടുംബ പ്രാർത്ഥനയുടെ ഒരു ഭാഗമാ. ആ സമയത്ത് മൊബൈലിന് അവിടെ സ്ഥലമില്ലെന്നേ. അതിനുശേഷം ഒരു 10 മിനിറ്റ് നേരം ഒരുമിച്ച് നിങ്ങളൊന്ന് ഷെയർ ചെയ്തേ. അന്ന് നടന്ന സംഭവങ്ങൾ, അത് കുറ്റം പറച്ചിലാകരുത്, അത് വഴക്കുണ്ടാക്കലാകരുത്, അത് താത്തിക്കെട്ടി സംസാരിക്കലാകരുത്. അന്നത്തെ വിഷമങ്ങൾ പറഞ്ഞ്, അന്നത്തെ സങ്കടങ്ങൾ പറഞ്ഞ്, പ്രശ്നങ്ങൾ പറഞ്ഞ്, മക്കളുടെ കാര്യങ്ങളൊന്ന് കേട്ടേ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം ഏകദേശം 1 മണിക്കൂർ നേരം നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതും ഭക്ഷിക്കുന്നതും സംസാരിക്കുന്നതും ഒരു കുടുംബ പ്രാർത്ഥനയാണ്. ഇങ്ങനെ ഒരു കുടുംബ പ്രാർത്ഥനയുള്ള ഭവനം നശിച്ചു പോകില്ലെന്നേ ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടല്ലോ. പ്രഭാഷകന്റെ പുസ്തകം 27-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പഠിപ്പിക്കുന്നു, പ്രാർത്ഥനയിൽ തീഷ്ണതയില്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ഇന്ന് ഭവനങ്ങൾ നശിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രാർത്ഥന കുറവാന്നേ. പ്രാർത്ഥന ഉയരുന്നത് കുറവാന്നേ. കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെടുന്നതാന്നേ. ചില കുടുംബം നോക്കുമ്പോൾ കാണാൻ പറ്റുന്നില്ലേ പ്രിയപ്പെട്ടവരെ? ചില കുടുംബത്തിൽ പ്രാർത്ഥനയ്ക്കൊരു സമയമില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ചെല്ലുന്നു. അത് ചിലപ്പോൾ വൈകുന്നേരം 9:30 ആകാം, 10 മണിയാകാം. അതും ഉറക്കം പിടിച്ചുകൊണ്ട് പകുതി ഉറങ്ങി ചെല്ലിക്കൂട്ടുന്ന ഒരു കുടുംബ പ്രാർത്ഥന. ചില കുടുംബത്തില് അമ്മയ്ക്കും മക്കൾക്കും മാത്രമാ കുടുംബ പ്രാർത്ഥന. അവിടുത്തെ ചേട്ടൻ പലപ്പോഴും കുടുംബ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ താല്പര്യമില്ലാത്ത അവസ്ഥ. ചില കുടുംബങ്ങൾ നിങ്ങൾ നോക്കിക്കേ, ആ കുടുംബത്തിൽ കുരിശു പരയ്ക്കും കർത്താവിന്റെ മാലാഖയോട് കൂടി കുടുംബ പ്രാർത്ഥന ചേരും. ചില കുടുംബത്തില് കർത്താവിന്റെ മാലാഖയും ചൊല്ലി ഒരു രഹസ്യവും ചൊല്ലി കുടുംബ പ്രാർത്ഥന തീർക്കും. ചില കുടുംബത്തിൽ ജപമാലയില്ല, ഒരു കരുണക്കൊന്ത ചൊല്ലി കുടുംബ പ്രാർത്ഥന തീർക്കും. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം തളർന്നു പോകല്ലേ, ഇപ്രകാരം മന്നിച്ചു പോകല്ലേ നമ്മുടെ കുടുംബ പ്രാർത്ഥന. മറിച്ച് നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് അതൊരു സമയം വെച്ച് ആ സമയത്ത് മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെക്ക്. ഇപ്രകാരം നമ്മുടെ കുടുംബ പ്രാർത്ഥന മന്ദതയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അതിനോട് തെളിവെന്നാന്നറിയാമോ? സാത്താൻ നിന്റെ കുടുംബത്തെ ലക്ഷ്യം വെച്ച് നീക്കി തുടങ്ങി, സാത്താൻ നിന്റെ കുടുംബത്തെ കിട്ടിത്തുടങ്ങി എന്നതിന്റെ തെളിവാ. പ്രിയപ്പെട്ട മക്കളെ, അതുകൊണ്ട് കുടുംബ പ്രാർത്ഥന ഒഴിവാക്കല്ലേ.
ചില കുടുംബത്തിൽ കുടുംബ പ്രാർത്ഥന ചൊല്ലാമെന്ന് പറയുമ്പോൾ അത് ചെയ്യാനുണ്ട് ഇത് ചെയ്യാനുണ്ടെന്നും പറഞ്ഞുകൊണ്ട് മാറി മാറി സമയം മാറ്റിവെക്കുന്നില്ലേ? അത് മാറ്. ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്ക്, ദൈവിക കാര്യങ്ങൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്ക്. അങ്ങനെ കൊടുക്കുമ്പോഴാണ് നമ്മുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ. അവിടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങുമ്പോൾ ആ കുടുംബം കൃപയിലേക്ക് വരും, ദൈവാത്മാവ് വരും, പരിശുദ്ധി അമ്മയുടെ സാന്നിധ്യം വരും, അന്ധകാരം മാറും, കെട്ടുകൾ അഴിയും, തോന്നിവാസങ്ങൾ മാറും, പൈശാചിക പീഡകൾ മാറും, ബന്ധനങ്ങൾ അഴിയുന്നേ. രണ്ടാമത്തെ കാര്യമാണ് പ്രിയപ്പെട്ടവരെ, വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥന. വ്യക്തിപരമായ പ്രാർത്ഥന. ഏതാണ് വ്യക്തിപരമായ പ്രാർത്ഥന? ഓരോരുത്തർക്കും ഒത്തിരി വ്യക്തിപരമായ പ്രാർത്ഥനയുണ്ട്. പക്ഷെ അച്ഛൻ സജസ്റ്റ് ചെയ്യുന്ന കാര്യം, സ്വർഗം വെളിപ്പെടുത്തിയ പ്രാർത്ഥനകൾ വ്യക്തിപരമായിട്ട് ചെല്ലുന്നതാണ് ഏറ്റവും കൂടുതൽ കൃപ. സ്വർഗം നമുക്ക് തന്ന ചില പ്രാർത്ഥനകളുണ്ട്. ഏതാ? ഒന്ന്, ജപമാല. ഇത് സ്വർഗം വെളിപ്പെടുത്തിയ പ്രാർത്ഥനയാണ്. ഒരു ദിവസം എത്ര ജപമാല ചൊല്ലാൻ പറ്റും? 4 ഏറ്റവും ചുരുങ്ങി ചൊല്ലത്തില്ലേ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു സ്വർഗസ്നായം 10 നന്മ അറിഞ്ഞിറമേ. 1 മണിക്കൂർ നേരം കഴിയുമ്പോൾ ഒരു സ്വർഗസ്നായം 10 നന്മ അറിഞ്ഞിറമേ. ഭക്ഷണം രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരു സ്വർഗസ്നായം 10 നന്മ അറിഞ്ഞിറമേ. പ്രിയപ്പെട്ടവരെ, പിള്ളേരെ സ്കൂളിൽ വിട്ടിട്ട് ഒരു സ്വർഗസ്നായം 10 നന്മ അറിഞ്ഞിറമേ. ഇങ്ങനെ നിങ്ങൾ പല സമയത്തായിട്ട് ചെല്ലി വൈകുന്നേരമാകുമ്പോഴേക്കും ഈസി ആയിട്ട് 3 ജപമാല ചൊല്ലത്തില്ലേ? ഒരു ജപമാല നിങ്ങളുടെ കുടുംബ സമേതം ചൊല്ലത്തില്ലേ? അതുകൊണ്ട് ജപമാല സ്വർഗം വെളിപ്പെടുത്തിയ പ്രാർത്ഥനയാ. ഇത് ഉപേക്ഷിക്കൽ, ഇത് വ്യക്തിപരമായിട്ട് ചെല്ല്. 2, കരുണ കൊന്ത. സ്വർഗം വെളിപ്പെടുത്തിയ പ്രാർത്ഥന, ഫൗസ്റ്റീനയിലൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന പ്രാർത്ഥനയാ. പ്രിയപ്പെട്ടവരെ, ഉച്ച കഴിഞ്ഞ് 3 മണി സമയം, പ്രഭാതത്തിൽ 3 മണി സമയം, ഈ സമയത്ത് എഴുന്നേറ്റിരുന്ന് ഒരു കുടുംബം, ആ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും പാപബന്ധനങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മേൽ ദൈവത്തിന്റെ കരുണ ഒഴുകാൻ വേണ്ടി നിങ്ങളുടെ കുടുംബത്തിൽ 3 മണി സമയമാകുമ്പോൾ നിങ്ങൾ കരുണക്കൊന്ത ചൊല്ലി കാഴ്ചവെച്ചേ. കരുണക്കൊന്തയിൽ നിന്നും മാറി നിൽക്കല്ലേ മക്കളെ. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ജോലി ചെയ്യുമ്പോഴും 3 മണി അടിക്കുമ്പോൾ നിങ്ങൾ കരുണയുടെ ജപമാല ചൊല്ല്. കരുണയുടെ സമയത്ത് കരുണയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്ക്. കരുണയുടെ നൊവേന, ഇതും ദൈവം വെളിപ്പെടുത്തിയ, ഫൗസ്റ്റീനയിലൂടെ വെളിപ്പെടുത്തി തന്ന ഏക നൊവേന. അത് ദൈവ കരുണയുടെ നൊവേനയാ. ഇത് ചൊല്ലാൻ തുടങ്ങിയ പ്രിയപ്പെട്ടവരെ, കരുണയുടെ ജപമാല, കരുണയുടെ പ്രാർത്ഥന, കരുണയുടെ നൊവേന. നമ്മളൊരു പ്രാർത്ഥന കേട്ടിട്ടില്ലേ? ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു. ഈ പ്രാർത്ഥന കാണാപ്പാടം ചൊല്ലിക്ക്. ഈശോയുടെ ആ കരുണയിൽ ശരണപ്പെട്ട് പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജപമാല, കരുണക്കൊന്ത, കരുണയുടെ പ്രാർത്ഥന, കരുണയുടെ നൊവേന, ഇപ്രകാരമുള്ള കാര്യങ്ങൾ സ്വർഗം വെളിപ്പെടുത്തിയതാ. ഇത് നിങ്ങൾ ചെല്ലാൻ തുടങ്ങിക്കേ. മറ്റൊന്നാണ് ഈശോയുടെ തിരുമുറിവിന്റെ പ്രാർത്ഥന. വിശുദ്ധ ബ്രിജിത്തിന് വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥനയാ. 1 വർഷക്കാലം വിശുദ്ധ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ വെളിപ്പെടുത്തി കൊടുത്തു തിരുമുറിവിലെ ഒളിഞ്ഞിരിക്കുന്ന കൃപ എന്തുമാത്രമാ. 15 സ്വർഗസ്ഥനായ പിതാവേ, 15 നന്മ നിറഞ്ഞരമേ, ചില 15 പ്രാർത്ഥനകളുണ്ട്. ഈ പ്രാർത്ഥന 1 വർഷം മുടങ്ങാതെ ചൊല്ലാൻ അവളോട് ആവശ്യപ്പെട്ടു. മുടങ്ങാതെ ചൊല്ലിയാൽ ആ കുടുംബത്തിന്, ആ വ്യക്തിക്ക് കിട്ടുന്ന 21 വാഗ്ദാനങ്ങളുണ്ട്. അല്ലെ, ആദ്യത്തെ 3 വാഗ്ദാനം പരിശോധിച്ച് നോക്കിയാൽ 45 ആത്മാക്കൾ രക്ഷപ്പെടുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള പ്രാർത്ഥനയാണ് തിരുമുറിവിന്റെ പ്രാർത്ഥന. വിശുദ്ധ ബ്രിജിത്തിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത പ്രാർത്ഥന. അത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയാ. മറ്റൊരു പ്രാർത്ഥന സ്വർഗം വെളിപ്പെടുത്തിയ മറ്റൊന്നാണ് തിരുഹൃദയ ജപമാല. വിശുദ്ധ മേരി അലങ്കോക്കിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഒരു ഭക്തിയാണ് തിരുഹൃദയ ഭക്തി, തിരുഹൃദയ ജപമാല. അത് ചെല്ലിത്തു പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ 12 വാഗ്ദാനങ്ങൾ കിടക്കുന്ന കാണാനായിട്ട് പറ്റും. മറ്റൊന്നാണ് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ പ്രാർത്ഥന. ഇത് സ്വർഗം വെളിപ്പെടുത്തിയ ഒരു പ്രാർത്ഥനയാ. മറ്റൊന്നാണ് നിത്യനായ ദൈവമേ, വിശുദ്ധ ജത്തൂദിന് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന പ്രാർത്ഥന. മറ്റൊന്നാണ് മാലാഖമാർ ഫാത്തിമയിൽ പഠിപ്പിച്ച പ്രാർത്ഥന. വേറൊന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ സർവ്വജനപദങ്ങളെ നാഥ എന്ന് പറയുന്ന പ്രാർത്ഥന. ഇപ്രകാരമുള്ള പ്രാർത്ഥനകള് സ്വർഗം വെളിപ്പെടുത്തിയതാണെന്നുള്ള ബോധ്യത്തോടെ ഇത് നമ്മൾ ചൊല്ലി കാഴ്ചവെക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗം വെളിപ്പെടുത്തിയ പ്രാർത്ഥനയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ശക്തിയുണ്ട് മക്കളെ, ഒരഭിഷേകമുണ്ട്. ഇത് വ്യക്തിപരമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുക. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്നറിയാമോ? ഉത്തിരീയ ഭക്തി. എല്ലാ വ്യക്തികളും വെന്തിങ്ങ ധരിച്ച്, ഇന്ന് കർമ്മല മാതാവിന്റെ തിരുനാളാ. പ്രിയപ്പെട്ടവരെ, ഇപ്രകാരം വെന്തിങ്ങ ധരിച്ചാൽ എന്താ കിട്ടുന്നത്? ഉത്തിരിയം ധരിച്ചുകൊണ്ട് മരിക്കുന്ന എല്ലാവരും നിത്യ നരകാഗ്നിയിൽ നിന്നും സംരക്ഷിക്കപ്പെടും. ഒന്നാമത്തെ കാര്യം. 2, ഇത് രക്ഷയുടെ അടയാളമാണ്. 3, അപകട സമയത്തുള്ള കവചമാണ്. 4, സമാധാനത്തിന്റെ സംരക്ഷണ മുദ്രയാണ്. എന്ത്? വെന്തിങ്ങ ഉത്തിരിയം. ഇതെല്ലാവരും ധരിക്കണം. ഇതെങ്ങനെ ധരിക്കണം? ഇതിന് വാഗ്ദാനം, ഇത് വെഞ്ചരിച്ച് പുരോഹിതനാൽ വെഞ്ചരിക്കപ്പെട്ട്
എന്നിട്ട് എന്ത് ചെയ്യണം? ഇതിന്റെ വാഗ്ദാനം, ഇത് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു പുരോഹിതൻ വെഞ്ചരിച്ചതായിരിക്കണം. രണ്ട്, ഇത് വിശ്വസ്താപൂർവം ധരിക്കണം. മൂന്ന്, താങ്കളുടെ ജീവിത അന്തസ്സിനനുസരിച്ചുള്ള ചാരിത്രം പാലിക്കണം. നാല്, ജപമാലയുടെ 5 രഹസ്യങ്ങള് നിങ്ങൾ ബോധപൂർവം എന്ന് വെച്ചാൽ അത് ധ്യാനിച്ച് ചെല്ലണം. അങ്ങനെ ചെല്ലുമ്പോൾ ആ ഉത്തിരിയം ധരിക്കുന്ന വ്യക്തിക്ക് കിട്ടുന്ന വലിയൊരു സംരക്ഷണമുണ്ട്. അതുപോലെ ധരിക്കേണ്ട, അതുപോലെ നമ്മുടെ കഴുത്തിൽ മാലയുടെ കൂടെ പ്രിയപ്പെട്ട ഒരു ഉത്തിരിയത്തിന്റെ കൂടെ ഇടേണ്ട ഒരു കാര്യമാണ് അത്ഭുത കാശുരൂപം. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങളെ രക്ഷിക്കണമേ, സംരക്ഷിക്കണമേ എന്നൊരു പ്രാർത്ഥന അതിന് ചുറ്റിൽ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവർ, വലിയ സ്വർഗീയ കൃപ കിട്ടുന്ന ഏറ്റവും നല്ലൊരു അടയാളമാണ് എന്ത്? ഈ അത്ഭുത കാശുരൂപം. ഇതെല്ലാവരും ധരിക്കണമേ എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ 2 തരത്തിലുള്ള ആചരണമുണ്ട്. ഒന്ന്, ആദ്യ വെള്ളി ആചരണം. ഈശോയുടെ തിരുഹൃദയത്തിനും പരിശുദ്ധ കുർബാനയ്ക്കും എതിരായി ചെയ്തിട്ടുള്ള നിന്ദ അപമാനങ്ങൾക്ക് പരിഹാരം ചെയ്യേണ്ട ദിവസമാണ്. അന്ന് പോയി നിങ്ങൾ ബലി അർപ്പിക്കണം. 2, അന്ന് കുമ്പസാരിക്കണം, പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ തിരുഹൃദയ വിശുദ്ധ മേരി അലങ്കോക്കിന് വെളിപ്പെടുത്തിയാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ നിങ്ങൾ ആഘോഷിക്കണം. തിരുഹൃദയത്തിന്റെ രൂപം നിങ്ങളുടെ കുടുംബത്തിൽ സ്ഥാപിക്കണം. മറ്റൊന്നാണ്, വ്യാഴാഴ്ച ദിവസം രാത്രി 11 മണി തൊട്ട് 12 മണി വരെ ഗെത്സമേൻ മണിക്കൂറായിട്ട് നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇതൊക്കെ വിശുദ്ധ മേരി അലങ്കോക്കിന് ഈശോ വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ആത്മീയ രഹസ്യങ്ങളാ മക്കളെ. നിങ്ങളുടെ കുടുംബത്തിലൊന്ന് ചെയ്യാൻ തുടങ്ങി, വ്യക്തിപരമായിട്ടൊന്ന് ചെയ്യാൻ തുടങ്ങി, ആ കുടുംബ